ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് മുഖ്യമന്ത്രിയുടെ ശൈലിയും കാരണമായെന്ന് സിപിഎം സംസ്ഥാന സമിതിയിൽ വിമർശനം. ഭരണവിരുദ്ധ വികാരമാണ് പരാജയ കാരണമെന്ന് സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടുന്നു. അടിസ്ഥാന വോട്ട് ബാങ്കായ ഈഴവ സമുദായം ഉൾപ്പെടെ പാർട്ടിയിൽ നിന്ന് അകന്നു. നേതാക്കളുടെ പെരുമാറ്റവും ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. സംസ്ഥാന സമിതിയിൽ ഇന്നും ചർച്ച തുടരും. തെറ്റുതിരുത്തൽ മാർഗരേഖയും ചർച്ചയാകും. വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. അരുൺ, മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ള വിമർശനം തുടരുകയാണോ? പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് വിമർശനമുണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ. പാർവതി, മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടുള്ള വിമർശനം പറയാൻ കഴിയില്ല. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉണ്ടാകുന്നുണ്ട്. എല്ലാ തലങ്ങളിലും പരാജയത്തിന്റെ എല്ലാ കാരണങ്ങളും നേതാക്കൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ചർച്ചയാക്കുന്നുണ്ട്. അതിൽ മുഖ്യമന്ത്രിയുടെ ശൈലി തിരിച്ചടിക്ക് കാരണമായെന്ന വിമർശനവും ഉണ്ട് എന്ന് പറഞ്ഞു പോവുകയാണ് നേതാക്കൾ ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ കണ്ണൂരിനടക്കം വിമർശനം ഉണ്ടായതായി മുഖ്യമന്ത്രി ജില്ലയായ കണ്ണൂരിനടക്കം വിമർശനം ഉണ്ടായതായി വിവരമുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ള ഒരു വിമർശന നീക്കമല്ല നടക്കുന്നത്. പകരം മുഖ്യമന്ത്രിക്കെതിരെയും വിമർശനം ഉണ്ടാകുന്നു. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്ന അഭിപ്രായം ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൂടി പരിശോധിക്കണമെന്ന അഭിപ്രായമാണ് പ്രധാനമായും നേതാക്കൾ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത്. പാർട്ടി സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിലും ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായെന്ന വിലയിരുത്തലുണ്ട്. അതുതന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ മുഖ്യമന്ത്രി മോദി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ജനം കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയെ വിലയിരുത്തിയത്. പക്ഷേ അങ്ങനെയല്ല. ഭരണവിരുദ്ധ വികാരം, സംസ്ഥാനത്തെ 8 വർഷം പൂർത്തിയാക്കിയ ഭരണത്തിനെതിരെ വലിയ വികാരം ജനങ്ങൾക്കെതിരെ ഉണ്ട്. ക്ഷേമ പെൻഷൻ കൊടുക്കാത്തതിൽ ജനങ്ങൾക്ക് അമർഷമുണ്ട്. സർക്കാർ ജീവനക്കാർ എതിരായി ഇടതുമുന്നണിയുടെ സിപിഎമ്മിന്റെ അടിസ്ഥാന വോട്ട് ബാങ്കായ ഈഴവ സമുദായം അകന്നു. നേതാക്കളുടെ പെരുമാറ്റം നാവുദോഷം വിലയായി. നേതാക്കൾ ജനങ്ങളുടെ പാർട്ടി എന്നായിരുന്നു സിപിഎം അറിയപ്പെടുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്ന് തോന്നുന്നു ജനങ്ങളിലേക്ക് ഉണ്ടാക്കി. അതിൽ നേതാക്കളുടെ ഇടപെടലുകളും ഉണ്ട് എന്നൊരു പരാമർശം കൂടി ആ റിപ്പോർട്ടിലുള്ളതായി സൂചനയുണ്ട്. അത്തരത്തിൽ എല്ലാ തലങ്ങളിലുമുള്ള വിമർശനം സംസ്ഥാന സമിതിയിൽ ഉണ്ടാകുന്നുണ്ട്. അവിടെ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉണ്ടായി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നേരത്തെയൊക്കെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ കഴിഞ്ഞ കുറെ നാളുകളായി സിപിഎമ്മിൽ ഒരു യോഗങ്ങളിലും അധികമാരും തയ്യാറായിട്ടില്ല. അപൂർവ നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറി അടക്കം ചില നേതാക്കൾ 1-2 തവണ പറഞ്ഞതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം കഴിഞ്ഞ കുറെ നാളുകളായി സിപിഎമ്മിൽ അന്യമാണ്. അതാണ് ഈ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട് നിൽക്കുന്ന സമയത്ത് സിപിഎമ്മിന്റെ സംസ്ഥാന സമിതി ഉണ്ടായി എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അരുൺ, തിരുത്തൽ നടപടികൾക്ക് സിപിഎം തയ്യാറെടുക്കുന്നു. ഇത് ഏത് തരത്തിലാകും? തിരുത്തൽ നടപടികൾ ഉണ്ടാകും. അത് ഇപ്പോൾ സംസ്ഥാന സമിതി യോഗം ഇന്നും ചർച്ച തുടരും. അതിനുശേഷമാകും തിരുത്തൽ ഒരു മാർഗരേഖ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കമ്മിറ്റിയിൽ വയ്ക്കും. അവിടെ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായം കൂടി പരിഗണിച്ച ശേഷം വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നാകും രേഖയ്ക്ക് അന്തിമ അംഗീകാരം നൽകുക. തെറ്റുതിരുത്തൽ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തന രീതിയിലടക്കം മാറ്റം വരുന്ന രേഖയാകും കൊണ്ടുവരിക. സർക്കാരിന്റെ പ്രവർത്തന പദ്ധതികളുടെ മുൻഗണനയിൽ മാറ്റമുണ്ടാകും. വൻകിട പദ്ധതികൾ, വലിയ സാമ്പത്തിക ബാധ്യതയുള്ള പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് പകരം ജനങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന, ജനങ്ങൾക്ക് നേരിട്ട് അനുഭവവേദ്യമാകുന്ന പദ്ധതികൾ ഏറ്റെടുക്കും. ജനക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് പോകും. ഇനിയുള്ള 2 വർഷക്കാലം അത് മതി എന്നൊരു തീരുമാനത്തിലേക്ക് സിപിഎം എത്തിയേക്കും. ഈ തെറ്റുതിരുത്തൽ രേഖയിൽ അക്കാര്യങ്ങളും ഉൾക്കൊള്ളിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് മുഖ്യമന്ത്രിയുടെ ശൈലിയും കാരണമായെന്നാണ് സിപിഎം സമിതിയിൽ വിമർശനമുണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് വി അരുൺ, തിരുവനന്തപുരത്ത് നിന്നും.